മോളെ മോളെ നിങ്ങൾ ഒരുത്തം കാരണം ഞാനിവിടെ ഉണ്ട്. എടി നിന്റെ തമാശ കുറച്ച് കൂടുന്നുണ്ട്. വന്നേ പേടിപ്പിക്കാനായിട്ട്. മോളെ എങ്ങനെ ഉണ്ടായിരുന്നു ഔട്ടിങ്? സൂപ്പർ അങ്കിളെ. ആ വന്ദനയ്ക്ക് ഇഷ്ടമായോ? മോൾക്ക് ഇഷ്ടമായില്ലേ? എനിക്കിഷ്ടായി. അടിപൊളി. ആഹാ മോളെ വെറുതെ ഇങ്ങനെ കരയൊന്നും ചെയ്യരുത്. ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ വന്ദനാമ്മയെ കൂട്ടി കറങ്ങാൻ പോകും. അല്ല വന്ദനെ? എന്റെ അച്ഛനുള്ളപ്പോ എത്ര തിരക്കാണെങ്കിലും ദിയമോളെ കൊണ്ട് കറങ്ങാൻ പോവായിരുന്നു. അച്ഛൻ ഒരുപാട് ഐസ്ക്രീംസ് എനിക്ക് വാങ്ങിച്ചു തരുമായിരുന്നു. മരിച്ചു പോയവര് പിന്നെ തിരിച്ചു വരില്ലേ വന്ദനമ്മേ? വരും മോളെ, മോളെ വിഷമിക്കാതെ. വന്ദനാമ്മയില്ലേ കൂടെ? മോളെ ഞാനും ഉണ്ട്. വന്ദനെ കുഞ്ഞുറങ്ങി. ഉറങ്ങിപ്പോയോ? കരഞ്ഞരിഞ്ഞ് ക്ഷീണിച്ചിരിക്കായിരുന്നല്ലോ, അതാവും ഉറങ്ങിപ്പോയത്. ഇത്രയും നേരം കലവിലാന്ന് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു.
അടുത്തെത്താറായപ്പോഴാണ് ഉറങ്ങിയത്. വന്ദനാമ്മ പോട്ടെ മോളെ. ആരോ വലിക്കുന്ന ചരടിനൊത്ത് പാവക്കൊത്ത് നടത്ത ഈ വന്ദനാമ്മ എല്ലാം അവസാനിപ്പിച്ച് ഞാനും എൻ്റെ മോളും മാത്രമുള്ള ഒരു ലോകത്തേക്ക് അമ്മ വരും. അതിനി അധികം വൈകിക്കില്ല. മോളെ ഉറങ്ങിപ്പോയല്ലേ? ഇങ്ങി തന്നേക്ക്, ഞാൻ അകത്തോണ്ട് പോയി കിടത്തിക്കോളാം. മോള് നല്ല ഉറക്കത്തിലാ അമ്മേ. ഉണരുമ്പോ എന്നെ തിരക്കുമായിരിക്കും. അവൾക്ക് 24 മണിക്കൂറും നിന്റെ ഓർമ്മ തന്നെയാ. കൊച്ചു കുഞ്ഞല്ലേ അവള്. ആ അത് പോട്ടെ. നാളെ വിരുന്നിന് വീട്ടിൽ നിന്ന് എല്ലാവരും എത്തില്ലേ? ശരി. അച്ഛമ്മയും മറ്റുള്ളവരെ ഒന്നും കാണാൻ നിൽക്കുന്നില്ല. ഞാൻ ഇറങ്ങട്ടെ. അല്ല ജഗ, ഇന്നിനി പോണം. ഇപ്പൊ തന്നെ സമയം 11:30. നേരം വിളക്കാൻ കുറച്ച് മണിക്കൂറുകൾ മാത്രമല്ലേ ഉള്ളൂ. ഇല്ലച്ചാ, ഞങ്ങൾ വരുന്നത് അവിടെ ആരും അറിഞ്ഞിട്ടില്ല. പോയിട്ട് നാളെ വരാം. വെറുതെ പ്രശ്നത്തിനൊന്നും നിൽക്കണ്ടല്ലോ. എന്ത് പ്രശ്നം? അതൊന്നും സാരമില്ല. എങ്കി പിന്നെ ഇത്രയും വൈകിയ സ്ഥിതിക്ക് ഇവിടെ കിടന്നിട്ട് നാളെ ചടങ്ങും കഴിഞ്ഞ് പോയാ പോരെ മോളെ? അതായിരിക്കും നല്ലതെന്ന് എനിക്കും തോന്നുന്നത്. രാത്രി വെറുതെ കിടന്ന് വണ്ടി ഓടിക്കണ്ടല്ലോ. അതൊക്കെ വലിയ പ്രശ്നമാവും. എന്താ മോളെ ഇത്? ഒരു പ്രശ്നമില്ലെന്ന് ജഗം പറഞ്ഞില്ലേ? ഇനിയിപ്പോ രാത്രി യാത്ര വേണ്ട. ചന്ദ്രു, അവർക്ക് മുറി കാണിച്ചു കൊടുക്ക. വാ മോളെ. വാ. ആ ജഗ, മോനകത്തേക്കല്ലേ? ജഗന് മാറ്റി കൊടുക്കാനുള്ള ഡ്രസ്സ് മനോജനോട് എടുത്തു തരാൻ പറയാം. ആ അല്ലേ? ഇതെവിടെ പോയി? വന്ദനാമേ, വന്ദനാമേ. ആഹാ, മോള് ഉണർന്നോ? ആ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. ആ, അച്ഛാ, എന്റെ വന്ദനാമ എവിടെ പോയി? വന്ദനാമ എവിടെ പോയെന്ന് പറ അച്ഛാ. അച്ഛമ്മേ, എന്റെ വന്ദനാമ ഇത് എവിടെ പോയി? രാവിലെ തന്നെ വന്ദനാമയെ തിരക്കി ഇറങ്ങാൻ പോവാണോ കൊച്ചു കുറുമ്പി? അച്ഛമ്മേ പറ, എന്റെ വന്ദനാമ ഇത് എവിടെ പോയി? വന്ദനാമയും ജഗനങ്ങളും കൂടി വന്ദനാമയുടെ മുറിയിലുണ്ട്. അവർ രണ്ടുപേരും ഒരുമിച്ച് അവിടെയാണ് അറിഞ്ഞത്. അവര് ഭാര്യ ഭർത്താക്കന്മാരല്ലേ? അപ്പോ ഒരുമിച്ച് ഒരു മുറിയിലല്ലേ കിടന്നുറങ്ങേണ്ടത്? അത് ശരിയാ, പക്ഷെ അതിലൊരു പ്രശ്നം ഉണ്ടല്ലോ. എന്ത് പ്രശ്നം? അവര് രണ്ടുപേരും എന്നെ ഒപ്പം കൂട്ടിയിട്ടില്ലല്ലോ. അതാ എന്റെ പ്രശ്നം. ഈ വന്ദനമ്മ കല്യാണം കഴിഞ്ഞ ശേഷം ആളാകെ മാറി. ഇപ്പൊ എന്നെ ശ്രദ്ധിക്കാറേ ഇല്ല. ശരി, ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എവിടേക്കാ?
ഗുഡ് മോർണിംഗ് മോളെ. വെരി ഗുഡ് മോർണിംഗ്. വന്ദനാമ്മേ എണീക്ക്. വന്ദനാമ്മേ. മോളെ ഗുഡ് മോർണിംഗ് വന്ദന. ഇതെന്താ രണ്ടുപേരും രണ്ടടുത്ത് കിടക്കുന്നേ? വന്ദനാമ്മേ, ജഗനാങ്കുഞ്ഞ് എന്തിനാ താഴെ കിടത്തിയേ? അതേ, അങ്കിള് താഴെ കിടന്നൊന്നുമല്ല. മോളുടെ വന്ദനാമ്മ ഉറക്കത്തിൽ അങ്കിളിനെ ചവിട്ടി താഴെ ഇട്ടതാ. എന്തിനാ വന്ദനാമ്മ അങ്കിളിനെ ചവിട്ടി താഴെ ഇട്ടത്? അങ്കിള് പാവല്ലേ? നോക്കട്ടെ, ഇന്നലെ രാത്രി ഐസ്ക്രീം കഴിച്ചിട്ട് തൊണ്ടയ്ക്ക് വല്ല പ്രശ്നമുണ്ടോന്ന്. ചുമയുണ്ടോ മോൾക്ക്? അമ്മക്ക് ഒരു കുഴപ്പമില്ല. അതാ നോക്കിയ. മോളെ, അങ്കിള് ചോദിക്കട്ടെ. അതേ, ഇന്നലെ രാത്രി നമ്മൾ കറങ്ങാൻ പോയത് എങ്ങനെ ഉണ്ടായിരുന്നു? പൊളിയായിരുന്നു അങ്കിളെ, പൊളി. ആഹാ, പുതിയ വാക്കൊക്കെ പഠിച്ചല്ലോ. എങ്കിൽ നമുക്ക് ഇന്നും അതിൽ അടിപൊളി ഔട്ടിങ്ങിന് പോയേക്കാം. കൂട്ടത്തിൽ നമുക്കൊരു സിനിമയും കാണാം. വന്ദനാമ്മേ, ഇന്ന് നമ്മൾ കറങ്ങാൻ പോകുമ്പോ ഇന്നലെ കുടിച്ച ഐസ്ക്രീം വേണ്ട കേട്ടോ. ഇന്ന് കറങ്ങാനൊന്നും പോകുന്നില്ല. നിയമക്ക് സങ്കടമായി. സാരമില്ല, അമ്മ ഇങ്ങനെ വെറുതെ പറയുന്നതാ. വൈകിട്ട് നമുക്ക് പോയി ഐസ്ക്രീം ഒക്കെ കഴിച്ച് സിനിമയൊക്കെ കണ്ടുവരാം. എന്താ, അതുപോലെ? അതെ, പുറത്തു പോകുന്നെങ്കിൽ ഞാനും മോളും കൂടെ പോയിക്കോളാം. ഞങ്ങൾക്ക് ആരുടെയും കൂട്ടൊന്നും വേണ്ട. അത് വേണ്ട, ജഗനാങ്കളും വേണം. പ്ലീസ് അമ്മേ, ജഗനാങ്കളും കൂടി വരട്ടെ. ജഗനാങ്കളില്ലെങ്കിൽ ഒരു രസവും ഇല്ല. ജഗനാങ്കളില്ലെങ്കിൽ ദിയമോൾ എങ്ങോട്ടും പോകുന്നില്ല. ദേ, നിനക്കിപ്പോ നിർബന്ധം കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. മോള് വിഷമിക്കണ്ട. മോളും വന്ദനാമയും എവിടെ പോയാലും അങ്കിളും കൂടെ കാണും. പോരെ? കൂടെ കൂട്ടിയില്ലെങ്കിൽ പുറകെ കാണും. അമ്മയ്ക്കത് ഇഷ്ടപ്പെട്ടില്ല. ചിലര് ശാഠ്യം പിടിച്ചാലേ നമ്മൾ കൂച്ചു വലിഞ്ഞിട്ട് തളയ്ക്കണം. മനസ്സിലായി. ജഗനങ്ങള് വന്ദനമ്മയുടെ കഴുത്തില് കെട്ടിയ പോലെ അല്ലേ? അമ്പടി കളി. ചായ. ഈ വീട്ടില് വേറെയും കുറച്ചു പേരുണ്ടല്ലോ, ആരെയും കാണാനില്ല. വേറെ ആരും ഇല്ല ഇവിടെ. അമ്മ എന്നെയാണ് ഉദ്ദേശിച്ചെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ട്. അതല്ല, ഈ വീട്ടിലെ പുതിയ താമസക്കാരെയാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ അവരിവിടെ ഇല്ല. ഇല്ലേ?
ഇന്നലെ രാത്രി തന്നെ വന്ദന ഇവിടുന്ന് പോയി. വന്ദന പോയിന്നോ? നീ എന്തൊക്കെയാ മോളെ പറയുന്നേ? ഞാൻ എന്തിനാ കള്ളം പറയുന്നേ? ഞാൻ കണ്ട കാര്യം പറഞ്ഞതാ. ഇന്നലെ രാത്രിയില് അവര് തമ്മിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ടായി. ബഹളം കേട്ട് ഞാൻ വന്ന് നോക്കിയപ്പോ വന്ദന ഇറങ്ങി പോകുന്നതും കണ്ടു. കുറച്ചു കഴിഞ്ഞപ്പോ അവളുടെ പിന്നാലെ വാലാട്ടിക്കൊണ്ട് ജഗനും പോയി. കൊള്ളാ. മാതൃകാ ദമ്പതികള് ദാ വന്നു, ദേ പോയി. അവരെന്തിനാ വഴക്കിട്ടത്? വ്യക്തമായിട്ടൊന്നും ഞാൻ കേട്ടില്ല. പക്ഷേ വഴക്കിന്റെ കാരണം ദിയമോളായിരുന്നു. ആ എരണം കെട്ടതിനെ കൂട്ടിക്കൊണ്ടുവരണമെന്ന് അവള് പറഞ്ഞു കാണും. എനിക്ക് കേട്ടിട്ട് അങ്ങനെ അല്ല തോന്നിയത്. പിന്നെ ഇരുവരുടെ സംസാരം കേട്ടിട്ട് വന്ദനേക്കാളും കൂടുതല് ആ ദിയയുടെ സ്നേഹം ജഗനാണെന്നാ എനിക്ക് തോന്നുന്നത്. ദിയമോളെയും കൂട്ടി ഇങ്ങോട്ട് കെട്ടിയെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജഗനാവാനേ സാധ്യതയുള്ളൂ. അവര് പോകുന്നത് കണ്ടിട്ട് നീ എന്താ എന്നോട് പറയാതിരുന്നേ? അമ്മയോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് തോന്നി. അമ്മേ, ജഗനിപ്പോ അമ്മ വിചാരിക്കുന്ന ആളൊന്നും അല്ല. അവനാ വന്ദന പറയുന്നതേ കേക്കൂ. അല്ലെങ്കിൽ രാത്രിയിൽ ഇങ്ങനെ ആരോടും ഒരു വാക്കും പറയാതെ ഇറങ്ങി പോവുമായിരുന്നു. പണ്ട് എവിടെ പോയാലും അമ്മയോട് പറയാതെ പുറത്തു പോവില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞതോടെ അമ്മ വേണ്ടാതായി. മിക്കവാറും തിരികെ വരുമ്പോ ജഗന്റെ തോളത്ത് ആ അനാഥ കൊച്ചു ദിയേയും കാണും. വിദ്യേ, ഞാൻ പറഞ്ഞെന്നേ ഉള്ളമ്മേ. പിടി. ജഗനും ദിയയും തമ്മിൽ ഉടക്കി പിരിയണം. അല്ലെങ്കിൽ ആ പരട്ട കുഞ്ഞിന്റെ ബാധ്യത കൂടി ഞാൻ ഏറ്റെടുക്കേണ്ടി വരും. പിന്നെ ഇതൊരു സത്രമാവാൻ അധികം താമസമൊന്നും വേണ്ട. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ദിയ എന്റെ മോളാ, എന്റെ മാത്രം മോള്. അവളുടെ കാര്യത്തിൽ ആവശ്യമില്ലാത്ത സ്വാതന്ത്ര്യം എടുക്കരുത്. അതെനിക്കിഷ്ടമല്ല. ഇന്നലെ രാത്രി കുഞ്ഞിനെയും കൊണ്ട് പുറത്തു പോണെന്ന് വാശി പിടിച്ചത് ജഗനാണ്. അതാ അവൾ ഇന്നും പോകണമെന്ന് നിർബന്ധം പിടിക്കുന്നത്. അത് കൊള്ളാം. പുറത്തു പോണെന്ന് വാശി പിടിച്ചത് ദിയമോളല്ലേ? മോള് വാശി പിടിച്ചപ്പോ കൊച്ചു കുഞ്ഞല്ലേ, അത് നടത്തി കൊടുക്കാന്ന് വിചാരിച്ചതാണോ തെറ്റ്? എനിക്കത് ഇഷ്ടമല്ലെങ്കിലോ? ഇവിടെ ദിയമോളുടെ ഇഷ്ടം വേണ്ടി നമ്മൾ നോക്കാൻ. കരഞ്ഞ് നിലവിളിച്ചിരുന്ന ദിയമോളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയല്ലേ ഇന്നലെ രാത്രി നമ്മൾ വണ്ടിയെടുത്ത് ഇറങ്ങി തിരിച്ചത്. എനിക്ക് നിങ്ങളുടെ ഉള്ളിലിരിപ്പൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഭർത്താവിന്റെ റോള് കളിക്കാൻ എന്റെ മകളെ കരുവാക്കാൻ നോക്കുക നിങ്ങള്. ജഗ, ഒരു കാര്യം ആലോചിച്ചോ. എനിക്ക് ജന്മത്തിൽ നിങ്ങളെ ഭർത്താവായിട്ട് കാണാൻ കഴിയില്ല. വയസ്സായ അച്ഛനും അമ്മയും വേദനിപ്പിക്കേണ്ടെന്ന് കരുതിയാ ഈ വേഷം കെട്ടി ആടുന്നത്. അധിക നാൾ ഈ വേഷം കെട്ടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഇതിപ്പോഴും എന്നെ കൊണ്ട് അഴിച്ചു വെപ്പിക്കരുത്. ജീവിതം തന്നെ ഒരു നാടകമാണ് വന്ദനെ. ക്ലൈമാക്സ് ഞാനോ വന്ദനയോ തീരുമാനിക്കുന്നതല്ല. അത് മുകളിലിരിക്കുന്നവൻ തീരുമാനിക്കുന്നത്. ദിയമോളുടെ കാര്യം തന്നെ ചിന്തിച്ചാൽ വന്ദനയ്ക്ക് മനസ്സിലാവും. വന്ദനയുടെ വയറ്റിൽ പിറന്നവളല്ല ദിയമോൾ. ഞാൻ നേരത്തെ പറഞ്ഞ ആളെഴുതിയ നാടകത്തിലെ ഒരു രംഗമാണ് വന്ദന ഇപ്പോൾ കെട്ടി ആടിക്കൊണ്ടിരിക്കുന്നത്. ആർക്കോ പിറന്ന ദിയമോളുടെ അമ്മവേഷം. എനിക്ക് നിന്റെ ഫിലോസഫി ഒന്നും കേൾക്കണ്ട. എനിക്കെന്റെ ജീവിതത്തിലെ ഏറ്റവും വലുത് എന്റെ മകളാണ്. അവളുടെ സന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് തന്നെ. അതെ, അറിയാം. ദിയമോളുടെ സന്തോഷമാണ് വന്ദനയുടെ സന്തോഷം. വന്ദനയുടെ സന്തോഷമാണ് എന്റെ സന്തോഷം. ഈ സന്തോഷം കാണാനാ ഞാൻ ജീവിക്കുന്നത് തന്നെ. വന്ദന പറഞ്ഞില്ലേ വന്ദന ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ദിയമോളെയാണെന്ന്. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിന്നെ മാത്രം.